ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സൂപ്പർ അല്ലേ? ഷോർട്ട് ഫിലിമിനോ സിനിമയ്ക്കോ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ത്രെഡ് കഥകളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പിടിക്കോ. കനം കൂടിയതും കനം കുറഞ്ഞതുമായിട്ടുള്ള കഥകളൊക്കെ ഇഷ്ടം പോലെ പുറകെ വരാനുണ്ട്. പിന്നെ കുട്ടികൾ എങ്ങനെ ചെറുപ്പത്തിൽ വഴിതെറ്റി പോകുന്നു എന്ന് മുൻകൂട്ടി തിരിച്ചറിയാൻ വല്ല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം വേറൊന്നല്ല, ചെറുപ്പത്തിലെ മാക്സിമം വഴിതെറ്റി പോയവരുടെ കഥകളാണ് കൂടുതലായും ഈ ചാനൽ സംരക്ഷണം ചെയ്യുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു അവധി ദിവസം കിട്ടിയാൽ മതി എന്നുള്ള ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു അവധി ദിവസം കിട്ടി. അപ്പൊ ഞാനും ചാക്കോയും വീടിൻ്റെ അടുത്തുള്ള എൻ്റെ നൻപനാണ് ചാക്കോ. ചാക്കോ അന്ന് പഞ്ചായത്തിലെ ഏറ്റവും തലതെറിച്ച് ചെക്കൻ എന്നുള്ള പട്ടം അന്നേയും മേടിച്ചു വെച്ചേക്കുക. അപ്പം ഞാനും ചാക്കോയും കൂടെ നേരെ അന്ന് ഒരു സിക്കപ്പ് വാങ്ങാനാന്നും പറഞ്ഞിട്ട് നേരെ കവലയ്ക്കിറങ്ങി ചെല്ലുമ്പോൾ വേണ്ട ക്ലബിന്റെ അവിടെ ഒരു അനാഥമായ ഒരു സൈക്കിള് ചാരി വെച്ചിട്ടുണ്ട്. അപ്പം ആ വഴി വന്ന ഒരു ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു, ചേട്ടാ ഇതാരുടെ സൈക്കിൾ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി ഒരു രസത്തിനാന്ന് തോന്നുന്നു ഞങ്ങളോട് പറഞ്ഞു, എന്റെ സൈക്കിളാടാ, എന്റെ നിങ്ങൾക്ക് വേണോ, വേണമെങ്കിൽ എടുത്തോണ്ട് നോക്കാടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് സീരിയസ് ആയിട്ട് വിചാരിച്ചു. ഓക്കെ, പുള്ളി വിചാരിച്ചാണ് വലിയ ഒരു സൈക്കിളാ, അപ്പൊ നമ്മളെ കൊണ്ട് ആവൂല എന്നാണ് പുള്ളി വിചാരിച്ചത്. ചാക്കോ അമ്മയെ സ്കിൽഡ് ആയതുകൊണ്ട് സൈക്കിള് ഇനിയിപ്പം എങ്ങനെയാണെങ്കിലും ചാക്കോ ഓടിക്കുമല്ലോ. ചാക്കോ വന്ന ആ കമ്പനിയിൽ ഇരുന്ന് എന്നെ ബേക്കിൽ ഇരുത്തി ചവിട്ടി ഞങ്ങൾ സൈക്കിൾ കൊടുത്തു നേരെ അടുത്ത കുന്നേലുള്ള നമ്മുടെ കൂട്ടുകാർ ചെക്കന്മാരുടെ വീട്ടിലേക്ക് നേരെ വിട്ടു, കുട്ടാപ്പിന്റെ വീട്ടിലേക്ക്. അപ്പത്തേക്കും കവലെ ഫുൾ ന്യൂസ് ഫ്ലാഷ് ആയിട്ടോ, ചെറുക്കന്മാര് സൈക്കിള് കട്ടുകൊണ്ട് പോയെന്നും പറഞ്ഞിട്ട് വൻ പരിപാടി. അന്ന് ഫോണൊന്നും ഇല്ലാത്തത് നമ്മളെ വിളിച്ചാൽ കിട്ടില്ല. നമ്മൾ നമ്മുടേതായ വൈബുകൾക്ക് വേണ്ടിയിട്ട് നേരെ അടുത്തവന്റെ വീട്ടിലേക്ക് പോയല്ലോ. അവിടെ ചെല്ലുമ്പോൾ ആണെങ്കിലോ അവന്റെ വീട്ടിൽ ആരുമില്ല, അപ്പനുമില്ല, അമ്മയില്ല, അവരൊക്കെ പണിക്ക് പോയി. അങ്ങനത്തെ ഒരു വീട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പരം നമുക്ക് വേറെ ഒരു മൂടില്ല. അപ്പൊ അവന്റെ വീട്ടിലാണെങ്കിൽ കുറെ ഇറച്ചിയൊക്കെ ഇങ്ങനെ ഉണക്കാൻ വേണ്ടി തൂക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെന്നാ ഇറച്ചി കിട്ടിയെന്നും പറഞ്ഞിട്ട് നേരെ ഇറച്ചിയൊക്കെ എടുത്ത് അടുപ്പത്തിട്ട്, അന്നത്തെ കുറച്ച് ബുദ്ധിച്ചത് ഉള്ളതുകൊണ്ട് ആന്ന് തോന്നുന്നു കുറച്ച് മണ്ണെണ്ണയും കൂടി വെച്ച് പെട്ടെന്ന് കത്തിച്ച് ചുട്ട് തിന്നാലോ. അങ്ങനെ മണ്ണെണ്ണയൊക്കെ വെച്ച് സാധനം കത്തിച്ച് ചുട്ട് കഴിഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലായത്, മണ്ണെണ്ണച്ചവ് പറഞ്ഞിട്ട് തിന്നാനേ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത പ്ലാനിലേക്ക് വിട്ടു. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീടിന്റെ അവിടെ അടുത്തുള്ള തൊമ്മനെയും കൂട്ടി എന്നാൽ പിന്നെ നമുക്ക് കുളത്തിൽ നീന്താൻ പോകാൻ തുടങ്ങും. നേരെ ഞങ്ങൾ തൊമ്മന്റെ വീട്ടിൽ പോയി കളിക്കാൻ പോകാനാണെന്ന് പറഞ്ഞ തൊമ്മനെ വീട്ടിൽ നിന്ന് ചാടിച്ച് ഞാനും കുട്ടാപ്പിയും ചാക്കോയും തൊമ്മനും കൂടെ നേരെ കുളത്തിലേക്ക് പോയി. പക്ഷെ അമ്മാരെന്താന്ന് വെച്ചാൽ അന്ന് ഞങ്ങള് വേനൽക്കാലത്താണ് ഈ കുളത്തിൽ ചാടി കളിച്ചുകൊണ്ടിരുന്നത്. നീന്തൽ പഠിച്ചത് ഈ കുളത്തില. പക്ഷെ ഇത് മഴക്കാലമായതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്യാത്ത അത്രയും പീക്ക് വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് അറിയാവുന്നത് നമ്മൾ ഒന്നും വേണ്ട, കുളത്തിൽ അങ്ങനെ എടുത്ത് ചാടുവോ, നടുക്കേക്ക് പോകുന്നു വേണ്ട, നമുക്ക് സൈഡിൽ കൂടെ മാത്രം ജസ്റ്റ് വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടെ ഒക്കെ പോവും. പിന്നെ ഈ കരയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയ റൗണ്ട് അടിക്കും, പിന്നെ തിരിച്ച് കരയ്ക്ക് വരും. ഇങ്ങനെ ചെറിയ റൗണ്ട് ഒക്കെ അടിച്ച് അങ്ങനെ നിൽക്കുക. അങ്ങനെ ചാക്കോ സൈഡിലേക്കൊക്കെ പോയപ്പോൾ കുട്ടൻ ഇതിന്റെ ഇടയ്ക്ക് കുട്ടന്റെ റൗണ്ടിൽ എന്തോ ഒരു പാളിച്ച പറ്റിയെന്നാണ്. കുട്ടൻ നേരെ റൗണ്ട് അടിച്ചിട്ട് നേരെ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പൊ ഞാനിങ്ങനെ കരയ്ക്കിരിക്കുക. കുട്ടനപ്പൊ എൻ്റെ അടുത്ത് എത്തോറായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മുങ്ങിപ്പോകുന്നത് കാണിച്ച് പിടിക്കണമെന്ന് നമുക്ക് ഭയങ്കര. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് തമാശ കളിച്ചിട്ട് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഇവനെ പിടിക്കാൻ വേണ്ടി പോയിട്ട് വേണം രണ്ടുപേരോട് മുങ്ങി പോകാൻ വേണ്ടിയിട്ട്. കുളത്തിലാണെങ്കിൽ മിനിമം ഒരു ഞങ്ങളുടെ ഒരു 3 ആൾ താഴ്ചയുണ്ട്. ഞാൻ എന്നെ ചെയ്തു, പോടാ കുട്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നു. കാരണം ഞാനും അത്ര എക്സ്പേർട്ട് ആയിരുന്നില്ല നീന്താൻ. കളി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാര്യമായില്ലേ, ഇവൻ തുഴഞ്ഞ് വേണ്ട കുളത്തിന്റെ നടുക്ക് പോയി. ഇപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സീരിയസ്നെസ് മനസ്സിലായത്. ഇവന്റെ ഈ ഒരു വെപ്രാളം കണ്ടിട്ട് നമുക്ക് ചാടാൻ പാനിക്കായി പോയി. ഇനി എങ്ങനെ ചാടും? ഞങ്ങളപ്പത്തേക്കും നേരെ ചാടി ഇറങ്ങി കാറി കൂവാൻ തുടങ്ങി. നാട്ടുകാരെ ഓടി വായോന്നും പറഞ്ഞ് കാറി കൂവി ഷഡ്ഡിപ്പുറത്ത് ഓടുന്നത്. നാണമൊക്കെ മറന്നുപോയി. നേരെ അടുത്തുള്ളൊരു വീട്ടിലേക്ക്, ഞാൻ അവിടെ ദീപക് എന്ന് പറഞ്ഞ പുള്ളിയിൽ വീടിൻ്റെ ഞാൻ ഊട്ടി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ ചെന്നിട്ട് ചോട്ടാന്ന് പോയി. എനിക്കത് വിളിക്കാനും തോന്നുന്നില്ല. കൈ വിറച്ചിട്ട് ഡോറ് പോലും മുട്ടാൻ പറ്റില്ല. ഡോറിന്റെ 2 പൊഴി വെച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് പുള്ളി ഇറങ്ങി വന്നു, ചേട്ടാ അവിടെ നമ്മൾ കൂട്ടുകാർ മുങ്ങിപ്പോയി, ചേട്ടാ വേഗം വന്നു വരും. പുള്ളി എന്തായാലും അപ്പൊ തന്നെ ചാടി വന്നു. ഓടി വന്ന് ഞാൻ പുള്ളിനെ കൂട്ടി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവന്മാര് കരയിൽ കിടന്ന് ഓൾറെഡി വൺ കാറച്ചയും കാണുമ്പോ എന്താ കുട്ടനെ കാണുന്നില്ല. കുട്ടൻ പരമാവധി ഒരു 5-10 മിനിറ്റ് മാക്സിമം നിന്ന് നോക്കി. അതിൽ കൂടുതൽ അവന് സ്റ്റാമിന ഇല്ലായിരുന്നു. അവൻ ആ കുളത്തിന്റെ അടിത്തട്ടിലേക്ക് താന്നുപോയി. അതൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ കുട്ടനെ കാണുന്നില്ല. പക്ഷെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പുള്ളിനെയും കൂട്ടി ഓടി വരുന്ന സമയത്ത് അവിടെ കിടന്ന് ഒരു നല്ല വലിയ തോട്ടി ഒരു കമ്പ് എടുത്തിട്ട് ഓടി വന്നേ. ചാക്കോ ഈ കമ്പ് കൈ കിട്ടിയ പോലെ തന്നെ ചാക്കോ ഈ കമ്പിട്ടിട്ട് നമ്മുടെ പായസത്തിൽ ചട്ടകിട്ട് ഇളക്കുന്ന പോലെ കുളത്തിലിട്ട് ഒറ്റ ഇളക്കാം. സാധനം കറക്റ്റ് കുളത്തിന്റെ അടിത്തട്ടിൽ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി കാത്തിരുന്ന കുട്ടനെ കറക്റ്റ് സാധി പിടുത്തം കിട്ടി. അതുകൊണ്ട് ചെക്കനെ പിടുത്തം കിട്ടി ഞങ്ങൾ വലിച്ച് കരക്കിട്ട്
കുട്ടൻ അപ്പത്തേക്കും ഗർഭിണനായിരുന്നു വെള്ളം കുടിച്ച്. എന്നിട്ട് ഫുള്ള് വാളൊക്കെ വെച്ച് രണ്ട് പരലൊക്കെ വയലിൽ ചാടി പോകുന്നുണ്ട്. ഓഹ്. എന്നിട്ട് ഞങ്ങൾ നേരെ പുള്ളിന്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി റെസ്റ്റ് എടുക്കാൻ കിടത്തി. പുള്ളിനോട് ആവുന്നു പറഞ്ഞാൽ ആ വീട്ടിൽ പറയല്ലേ, വീട്ടിലെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് പൊങ്കാലയാ, വീട്ടിൽ കയറാൻ പറ്റില്ല. പുള്ളി ഒരു മാന്യനായിരുന്നുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ തന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൻ, നീ വാടാന്നുള്ള. കുട്ടന് മാത്രം അന്ന് അടി കിട്ടിയില്ല. കുട്ടൻ ജീവൻ തിരിച്ചു കിട്ടിയ ആളായതുകൊണ്ട് ആ ഒരു ബഹുമതി ഉള്ളതുകൊണ്ട് കുട്ടൻ അടി കിട്ടിയില്ല. കുട്ടാപ്പിനെയൊക്കെ കെട്ടിയിട്ടടിച്ചു എന്നാ കേട്ടെ. എല്ലാത്തിനും കിട്ടി, വന്നടി. പക്ഷെ ഇത് ഇന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ അരുതാത്തത് സംഭവിക്കാത്തതുകൊണ്ടാട്ടോ. അന്ന് അത് സംഭവിച്ചായിരുന്നെങ്കിൽ ലൈഫിൽ ചെറുപ്പത്തിൽ അതിപ്പരം ഒരു റീമാർക്ക് വരാനില്ല ലൈഫില്. അപ്പോ ഇത് ഇപ്പൊ ഒരു സാമ്പിൾ കഥയാണ് പറഞ്ഞത്. ഇത് വളരെ ചെറുപ്പത്തിലെ കഥയല്ലേ. പ്രായം കൂടും തോറും കഥയുടെ വീര്യം കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വീര്യം കൂടിയ കഥകൾ പുറകെ വരുന്നുണ്ട്. കഥകൾ മാത്രമല്ല, നമ്മുടെ ചാനലിൽ പല ടൈപ്പ് പരിപാടി പിടിക്കുന്നുണ്ട്. എല്ലാ ടൈപ്പും അറിയാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.